നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും ആദ്യ മത്സരാർത്ഥി പുറത്തായിരിക്കുകയാണ്. രതീഷാണ് ഈ സീസണിലെ ആദ്യത്തെ എവിക്ഷൻ. ആദ്യ ആഴ്ച തന്നെ ശ്രദ്ധ നേടാൻ സാധിച്ച മത്സരാർത്ഥിയായിരുന്നു. അതുകൊണ്ട് രതീഷിന്റെ പുറത്താകൽ പ്രേക്ഷകർക്കും സഹമത്സരാർത്ഥികൾക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് രതീഷിന്റെ പുറത്താകൽ. ഇപ്പോഴിതാ രതീഷിന്റെ പുറത്താകലിനെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ച ശ്രദ്ധ നേടുകയാണ്. രതീഷ് എന്തുകൊണ്ടാണ് പുറത്തായതെന്നും ഒരു റീ എൻട്രിക്ക് സാധ്യതയുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പുകളിലാണ് ചർച്ച ചൂടുപിടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് ശ്രദ്ധ നേടുന്നു. കുറിപ്പ് ഇങ്ങനെയാണ്: ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ എൻ്റെ രണ്ടാമത്തെ പ്രവചനം, രതീഷ് തിരിച്ചുവരും. പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രതീഷ് പുറത്തായത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ആഗ്രഹിച്ചു വന്ന പ്ലാറ്റ്ഫോമിൽ പഠിച്ചു വന്നതൊക്കെ പയറ്റിയപ്പോൾ അയാളാകാൻ മറന്നുപോയിരിക്കാം. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ തിരിച്ചടിച്ചതുമാവാം എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. എങ്കിലും ഈ ഒരു ഇറിറ്റേറ്റിംഗ് ലൈവിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ചുള്ള അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ പുറത്താക്കിയ 1-2 പേരുടെ തിരിച്ചുവരവിന് സാക്ഷിയായതാണ് ബിഗ് ബോസ് വീട്. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് രമ്യയാണ്. സീസൺ 3-ൽ രമ്യയെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ സീസൺ 6-ൽ രതീഷിനെയും തിരികെ കൊണ്ടുവരുമെന്നാണ് എൻ്റെ ഒരു തോന്നലെന്നും കുറിപ്പിൽ പറയുന്നു. രമ്യയുടെ തിരിച്ചുവരവിനോട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വിയോജിപ്പാണെങ്കിൽ രതീഷിന് ബിഗ് ബോസ് ഒരവസരം കൂടി കൊടുത്താൽ അതിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ലെന്നും കുറിപ്പിൽ പറയുന്നു. നിഷാനിയും ശ്രീതുവും ഒക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു തിരിച്ചുവരവ് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം മറ്റൊരു കുറിപ്പും സമാനമായ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. രതീഷ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താകുമോ? ഇല്ല എന്നാണ് ഉത്തരം എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ എന്താകും സംഭവിച്ചത്? 2 സാധ്യതകളാണ് ഉള്ളത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. 1, രതീഷ് ഏഷ്യാനെറ്റിൽ ഒരു ചാവേറാണ്. എങ്ങനെ കളിക്കരുതെന്ന് ബാക്കി എല്ലാവർക്കും കാണിക്കാൻ മനഃപൂർവ്വം കളത്തിലിറക്കിയ ഒരു കാമിയോ ആണ് രതീഷ്. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് പറയാം. രതീഷിന്റെ പ്രമോ മാത്രമാണ് കോമണേഴ്സിൽ ഒഴികെ ഏഷ്യാനെറ്റിൽ വന്നത്. ഒരാഴ്ച മാത്രമേ ബിഗ് ബോസിൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന കണ്ടസ്റ്റന്റ്. ഇനി രണ്ടാമത്തെ സാധ്യത, 10% ചാൻസ് റീ എൻട്രി എന്നതാണ്. രതീഷിനോട് പലതവണ ലാലേട്ടൻ ആവർത്തിച്ച് 2ാം ഊഴത്തെ പറ്റി സംസാരിച്ചത് കണ്ടപ്പോൾ അങ്ങനെയും തോന്നി. എന്തൊക്കെ പറഞ്ഞാലും വെറുപ്പിച്ചാലും അയാൾ അവിടെ പണിയെടുത്തിട്ടുണ്ട്. അതിന് കയ്യടി. മികച്ച ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.